പൊട്ടമാനിറച്ചി കഴിച്ചു നോക്കൂ, അഭിപ്രായം പറയും. നമുക്ക് ഇന്ന് ഒരു പ്രത്യേക ഐറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറൊന്നും അല്ല, ഇത് മാനിറച്ചിയാണ്, മാനിൻ്റെ ഇറച്ചിയാണ്. കടലൊക്കെ ഓട് കണക്കുന്ന മാനിൻ്റെ ഇറച്ചിയാണ്. ഇവിടെ ഇത് ലീഗലാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഞങ്ങളതുകൊണ്ട് വാങ്ങിയിരിക്കുകയാണെന്ന് കറി വെക്കാൻ വേണ്ടി. ഇതിനകത്ത് ശരിക്കും ഇതിൻ്റെ പൂടയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. ഇത് പൂടയൊക്കെ ഇരിക്കുന്ന കാണാം, കണ്ടോ, വൈറ്റ് കളറ് മാനിൻ്റെ പൂടയാണ്. അപ്പോൾ എല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാവേ. വലിയ ഫാറ്റൊന്നും ഇല്ലാത്ത ഒരു ഇറച്ചിയാണിത്, അതാണ് ഒരു പ്രത്യേകത. മാനിൻ്റെ ഇറച്ചിക്ക് വലിയ ഫാറ്റൊന്നുമില്ല. അപ്പം നമ്മൾ നല്ല രീതിയിലൊന്ന് ഇത് കറി വെച്ചെടുക്കണം. അപ്പോൾ ശരി, എന്നാൽ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഫ്രഷ് ആകുമ്പോൾ കാര്യം ഫാറ്റൊന്നുമില്ല കേട്ടോ. നമുക്കങ്ങനെ മെലിഞ്ഞ വെള്ളമായുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള മാനിറച്ചി നമ്മളിങ്ങനെ കഴുകിയെടുത്തിട്ട്, ഒരു 3/4 കിലോയ്ക്ക് മേലെയുണ്ട്. ഇത് ഞാൻ കഴുകിയെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇപ്പം കുറച്ച് ഇഞ്ചിയും പച്ചമുളകും, പച്ചമുളകല്ലോ, ഇഞ്ചിയും കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്തൊരു മിക്സാണ് ഇത്. ഇതൊരു 5-8 അല്ലി വെളുത്തുള്ളിയുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി കഷ്ണം, ഇതെല്ലാം കൂടെ ചേർത്തൊരു മിക്സ് ചേർത്തു. 2-3 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തു. ഒരു അര ടേബിൾ സ്പൂണോളം, 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തു. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. ഇത്രയും ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ്. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒരല്പം തൈര് ചേർത്താലും കൂടെ നല്ലതാണ്. ഞാനൊരു ലേശം തൈര് എടുക്കാം. ഞാൻ ഇതിലേക്കൊരല്പം തൈരും കൂടെ ചേർക്കുകയാണ്. ഒരു ടേബിൾ സ്പൂണോളം തൈര്. തൈരുണ്ടെങ്കിൽ നമുക്കിത് എല്ലാ ഭാഗത്തും കറക്റ്റ് എത്തിക്കുകയും ചെയ്യും. ഒരു മയമൊക്കെ കിട്ടും ഇതിന്, ഇറച്ചിക്ക്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മളിതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചാൽ നല്ലതാണ്, നന്നായിട്ട് ഇത് പിടിക്കും. ഇപ്പം ഞങ്ങളിത് വെച്ചിട്ട്, ഞങ്ങളിതിപ്പോൾ ഇന്ന് രാത്രിയിൽ ചെയ്ത് വെച്ചിട്ട് നാളെ രാവിലത്തേക്ക് ഉണ്ടാക്കുള്ളൂ. ഓക്കെ, നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് കവർ ചെയ്ത് ഞാനിപ്പോൾ ഒരു ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുവാണ്. ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തു. ഞാനിതിങ്ങനെ ഒരു ഓവർനൈറ്റ് ഞാനിപ്പോൾ വെക്കുകയാണ്. 2 മണിക്കൂറെങ്കിലും നിങ്ങൾ വെച്ചാൽ നല്ലതായിരിക്കും. ഇതെല്ലാം ഒന്ന് പിടിക്കും ഇതിൽ നന്നായിട്ട്, ജസ്റ്റ് ആ ഇറച്ചിയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് വെക്കാൻ പോവാണ് ഫ്രിഡ്ജിലേക്ക്. നമ്മളങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു മാനിറച്ചി ഇന്നലെ നൈറ്റ്. അപ്പം നമ്മൾ ഓവർനൈറ്റ് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എടുത്തു. ഇപ്പം ഞാൻ ഇത് നമ്മുടെ കുക്കറിലിട്ട് ഒരു 4 വിസിലോളം അടിക്കാൻ പോവാണ്. ഓൾറെഡി ഉപ്പൊക്കെ പിടിച്ചിരിക്കുകയാണ് ഇതിൽ. നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുകയാണ്. നമ്മളിപ്പോൾ നടച്ചു വെച്ച് കഴിക്കാൻ പോവാണേ. 4 വിസിലടിച്ചിട്ട് നമുക്ക് വരാം. പാത്രം ചൂടായി, നമ്മൾ എണ്ണ ഒഴിക്കുന്നു. ഇത്തിരൊന്ന് മൂപ്പിക്കാനേ.
അങ്ങനെ തേങ്ങാക്കൊത്തിട്ട് 2-3 കറിവേപ്പില ഇടായിരുന്നു, 2 മൂത്തു. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ സവോള അരിഞ്ഞ് വെച്ചത് ചേർക്കുകയാണ്. നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റി എടുത്തിട്ട് വരാം. ഇടുന്നു, പെട്ടെന്ന് വഴറ്റി കിട്ടാം. അങ്ങനെ വഴണ്ടി വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഒരു 4 പച്ചമുളക് ചേർക്കുകയാണെങ്കിൽ 4-5 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി നടുവേ പൊളന്നിട്ട് ചേർക്കുക. ഒരു 3-4 കറിവേപ്പില ഇടുന്നു. ഇപ്പം 4 കറിവേപ്പില ഇടുന്നു. ഒരു ഹാഫ് തക്കാളി ഒന്ന് അരിഞ്ഞിടുവാണ്, ഒരു ചെറിയ ടേസ്റ്റിനും ചെറിയൊരു പുളിക്കും ഒക്കെ വേണ്ടി. തക്കാളിയൊക്കെ വഴഞ്ഞു, ഇതിന് നന്നായിട്ട് യോജിച്ചു. നമ്മൾ ഈ ഒരു സമയത്ത് ഞാൻ ചെറിയ കറുവപ്പട്ട ചേർക്കുവാണേ. ഒരു കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ ഒന്ന് കൂട്ടാനും നല്ലൊരു മണം വരാനും ഒക്കെ വേണ്ടിയാണ് ആ കറുവപ്പട്ട ഇപ്പോൾ ചേർക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ഇരുന്നോട്ടെ. ഈ ഒരു സമയത്ത് ഇത് കറുവപ്പട്ട ചേർത്തോടെ തന്നെ നല്ല മണം വരുന്നുണ്ട് അല്ലേ. ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് പൊടികളൊക്കെ ചേർക്കാൻ പോവാണ്. ആദ്യം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു. 3.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തു. മല്ലിപ്പൊടി അത്യാവശ്യം വേണമല്ലോ. ഇനി നന്നായിട്ടൊന്ന് വഴലട്ടെ. തീ കുറഞ്ഞിരിക്കുമല്ലേ. നമുക്കൊരു ഇച്ചിരി കൊഴുത്ത ചാറോട് കൂടി എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഒരു ഉദ്ദേശം, അല്ലാതെ ഒത്തിരി വരട്ടാനല്ല. അപ്പോൾ ആ ഒരു ടൈപ്പിലാണ് നമ്മൾ മല്ലിപ്പൊടി ഇപ്പോൾ ചേർത്തത്. ഇനി മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുവാണ്. 5 മുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. അത്യാവശ്യം മുളകുണ്ട്, ഇച്ചിരി എരിവുണ്ടെങ്കിലേ ഒരു രസമുള്ളൂ അല്ലേ. സ്പൈസിയാണ്. ഇനി ഞാൻ ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂണോളം ഗരം മസാല, 1.25 ടീസ്പൂണോളം ഗരം മസാല ചേർത്തു. കാരണം ഓൾറെഡി ഞാൻ കുറച്ച് ഗരം മസാല പുരട്ടിയാണ് നമ്മൾ മാനിനെ ഇപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ബാക്കി കുറച്ച് ഗരം മസാല ഇപ്പോൾ ചേർത്തു. ഇനി നമുക്കൊരു കൂട്ടും കൂടി ഇതിൽ ചേർക്കാനുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ, അപ്പോൾ അത് കാണിക്കാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു ചെറിയൊരു കൂട്ട് ഞാൻ ചേർക്കുമെന്ന് പറഞ്ഞല്ലോ, അതിതാണേ. ഒരല്പം പെരിഞ്ചീരകം, ഒരു 3-4 നുള്ളു പെരിഞ്ചീരകവും, ഒരു 5-6 കുരുമുളകും കൂടെ ഒന്ന് ഇടിച്ചതാണ്. ഇതിപ്പോൾ അവസാനം നമ്മളിങ്ങനെ ചേർക്കുന്ന ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റും പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റും ഒക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് ഇനി ഇതൊന്ന് ചെയ്താൽ ഞാൻ നന്നായിട്ട് തീ ഒന്ന് ഓഫ് ചെയ്തായിരുന്നു. എനിക്കിപ്പം ഇത് ഇടിക്കേണ്ടത് കൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് ഇപ്പോൾ പിന്നെയും ഓൺ ആക്കിയതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായ സമയത്ത് നമുക്കിനി ഒരു സംഭവം കൂടെ ചേർക്കണം. ഒരല്പം തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ ചേർക്കാം. ഈ തേങ്ങാപ്പാൽ കിടന്ന് ഈ അരപ്പൊന്ന് ശരിക്കും തിളയ്ക്കണം. നമ്മളങ്ങനെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ഇതിനോട് പിടിച്ചു. നമ്മൾ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മാനിനെ അങ്ങ് ചേർക്കുകയാണേ. ഒരു 5 വിസിലോളം അടിച്ചു, മതിയാവും. വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ നമുക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇപ്പം ഈ ഒരു സമയത്ത് ഇച്ചിരി വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പം തേങ്ങ പിഴിഞ്ഞ് ആദ്യത്തെ 1-ാം പാല് ചേർത്തതിൻ്റെ ഒരു മിച്ചം ഇരിപ്പുണ്ട് എനിക്ക്, അതുകൊണ്ട് ഞാൻ അതൊന്നും ഇപ്പോൾ ചേർക്കാൻ പോവാണ്. ആ 2-ാം പാല് മിച്ചം ഉണ്ടായിരുന്നാൽ കൂടെ അങ്ങ് മുറിച്ചടിക്കാം. ഓക്കെ, നന്നായിട്ട് വന്നിരുന്ന് തിളയ്ക്കട്ടെ. തിള കൂടി നന്നായിട്ട് എല്ലാം യോജിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. നിറച്ച് വെച്ചേക്കാം. തീ ഒന്ന് കൂട്ടി വെച്ചേക്കാം. ഇനി ഒരു 1-2 കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് നമുക്ക് ഈ ഒരു സമയം ഫിനിഷ് ചെയ്യാവുന്നതാണ്. നമ്മളിനി അടുത്തത് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിൻ്റെ ഉപ്പും എരിവൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ല ചാറിലുണ്ട്. ഇങ്ങനെ ഒരു കൊഴുത്ത ചാറിൽ വേണമായിരുന്നു. ഇപ്പം നമ്മൾ രാവിലെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പോകാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല ചാറിലാണ് വെച്ചിരിക്കുന്നത്.
നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലേ? ആദ്യമായിട്ട് കഴിക്കാം മാനിറച്ചി. നല്ല ടേസ്റ്റിയാണല്ലേ? മാനിറച്ചി നല്ല സൂപ്പറാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യാൻ നാട്ടിൽ കിട്ടത്തില്ലായിരിക്കും. എന്തായാലും ഇത് സൂപ്പറാണ് കേട്ടോ. കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നമുക്ക് ലീഗലി പെർമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുക. നല്ലതാണ്. അധികം ഫാറ്റൊന്നും ഇല്ലാത്തൊരു ഇറച്ചിയാണ് കേട്ടോ മാനിറച്ചി. നമ്മുടെ ബീഫ് പോലൊന്നും ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് കൊളസ്ട്രോളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കണ്ട. നല്ലൊരു ടേസ്റ്റി സംഭവമാണ്. ഞങ്ങളങ്ങനെ രാവിലെ കഴിക്കാൻ പോവാണ് കേട്ടോ പുട്ടിൻ്റെ കൂടെ. ഇത് രാവിലെ തന്നെ റെഡിയാക്കി. ഇന്നലെ നമ്മൾ റെഡിയാക്കി വെച്ചുകൊണ്ട് എളുപ്പമായിരുന്നു കുറച്ചുകൂടെ. നല്ല ഇറച്ചിയാണ്. ഇനിയിപ്പോൾ ഒന്നും ചേർക്കാനില്ല. ഞങ്ങൾ ഡയറക്റ്റ് പുട്ടെടുത്ത് കഴിക്കാൻ പോവാണ്. താങ്ക് യു സോ മച്ച്. എന്താ കരളിൻ്റെയോ ടേസ്റ്റോ ആണോ? ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിശക്കുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. 10 മണിയായി ഇവിടെ. ഞങ്ങളെന്നാൽ കഴിക്കാൻ പോവാണ്. പുട്ടും മാനിറച്ചി റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളത് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ശരി, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് യുവർ ചാനൽ.